ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കോഡിംഗ് പഠിക്കുന്നത് റെലവൻ്റ് ആണോ? ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് എപ്പോഴും നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അത് എന്ത് ഫീൽഡിലാണെങ്കിലും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് കോഡ് എഴുതേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിച്ച് കോഡിങ്ങിനെ കുറിച്ച് ഒന്നും നോക്കാണ്ട് നമ്മൾ വൈപ്പ് കോഡിങ് ചെയ്യുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് ഒത്തിരി അതിൻ്റെതായ ഫ്ലോസുകളുണ്ട്. എത്ര ലാംഗ്വേജസ് പഠിച്ചു എന്നുള്ളതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കൺസെപ്റ്റ്സ് ആയിരിക്കണം ക്ലിയർ ആയിട്ടിരിക്കേണ്ടത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ നിന്നാണ് ശരിക്കും ജനറേറ്റീവ് ആയി തുടങ്ങിയത്. അത് പിന്നീട് കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗിലേക്ക് മാറി. പിന്നെ അതിനുശേഷമാണ് ഹാർനസ് എഞ്ചിനീയറിംഗ് വന്നത്. പിന്നെ ലൂപ്പ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമസ്കാരം. ടോക്ക് ടു എക്സ്പേർട്ടിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മേഖലയിലും എസ്പെഷ്യലി ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിനകത്ത് ഒരുപാട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മിസ്റ്റർ നിശാന്താണ്. സോ നിശാന്ത്, വെൽക്കം ടു ദിസ് വീഡിയോ. താങ്ക് യു. സോ നമ്മൾ ഈ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് ഇതിനകത്തുള്ള ഡെവലപ്മെൻറ്റ് രീതിയിൽ തന്നെ വളരെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരു 5-6 കൊല്ലം പുറകോട്ട് വരെ പോകുന്ന സമയത്ത് ഈ ഒരു ആപ്പ് ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ വളരെ ഡിമാൻഡിങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം, വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ടൗണിൽ പോയാൽ തന്നെ അവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറേ സ്റ്റാർട്ടപ്സ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറേ സ്റ്റാർട്ടപ്സ്, അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ AI ഒക്കെ വരവോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് ഉണ്ടായിട്ടുള്ള ഒരു മേഖലയാണ് നിശാന്ത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയ. സോ ആ ഒരു ഡ്രിഫ്റ്റിനെ പറ്റിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? ലൈക്ക് താങ്കളുടെ കരിയറിൻ്റെ തുടക്കകാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും അതിനുശേഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എങ്ങനെ അതിനകത്തോട്ട് ഇത്ര ഫാസ്റ്റായിട്ട് അഡാപ്റ്റ് ആയി എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്ന് സംസാരിക്കുമോ? ഇപ്പം ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 അപ്പോൾ അന്നേരം ആസ് എ ബാക്ക് എൻഡ് ഡെവലപ്പർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോസ്റ്റ്ലി ജാവ ലാംഗ്വേജിൽ സ്പ്രിംഗ് ബൂട്ട് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്കിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് ഇയേഴ്സ് കഴിയുമ്പോൾ ഞാൻ പയ്യെ ഫ്രണ്ട് എൻഡ് ടെക്നോളജീസിലേക്ക് കടക്കുകയും ഇപ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇനീഷ്യൽ തുടങ്ങിയ സമയത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് യൂസ് ടു ടേക്ക് മന്ത്സ് ഓഫ് ടൈം ടു ഡെവലപ്പ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അത് ഡീബഗ് ചെയ്യാനും റിസോൾവ് ചെയ്യാനും ഇപ്പം നമുക്കുണ്ടായിരുന്ന അന്നേരം ഉണ്ടായിരുന്ന ഹെൽപ്പായിട്ടുണ്ടായിരുന്ന ഇപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോ, അല്ലെങ്കിൽ നമ്മൾ അവർ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ നോക്കി അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു നമ്മൾ ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജനറേറ്റീവ് AI വന്നതിന് ശേഷം ഉള്ളൊരു ഷിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വളരെ ഹെൽപ്ഫുള്ളായ ഒരു ടൂളായി മാറിയിരിക്കുകയാണ് നമുക്ക്. എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ്ലി പുതിയതായിട്ടൊരു ലാംഗ്വേജ് പഠിക്കാൻ നോക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു കോഡ് ബേസ് മനസ്സിലാക്കാൻ നോക്കുകയാണെങ്കിലും അത് പെട്ടെന്ന് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് തരാനും, എന്താണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് ഡീബഗ് ചെയ്യാനൊക്കെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ AIക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ എന്തെങ്കിലും ഡീബഗ് ചെയ്യാൻ സ്റ്റാക്ക് ഓവർഫ്ലോയ്ക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ ജോയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഞങ്ങൾ അടക്കം സ്റ്റുഡൻസ് ആയിട്ടുള്ളവരാണെങ്കിലും, അല്ലെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഇൻറ്റേൺസ് ആണെങ്കിലും അവരിപ്പം AI വെച്ചിട്ടാണ് എല്ലാം ഡീബഗ് ചെയ്യുന്നത്. സോ ഇറ്റ് ബിക്കംസ് ബിറ്റ് മോർ ഈസിയർ അവർക്ക്. അപ്പോൾ അതാണ് ഒരു ഷിഫ്റ്റ് ഞാൻ കണ്ടേക്കുന്നത്. കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടുണ്ട് ഡെവലപ്മെൻറ്റ്. വെബ് ഡെവലപ്മെൻറ്റ് ആണെങ്കിലും എന്ത് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്താണെങ്കിലും പണ്ട് എടുത്തിരുന്ന സമയത്തിനേക്കാൾ ഒരുപാട് സമയം കുറഞ്ഞു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് വലിയൊരു ചേഞ്ച് വന്നിരിക്കുന്നത്. മാസങ്ങളോളം എടുത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന UI ആണെങ്കിലും, അല്ലെങ്കിൽ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻസ് ആണെങ്കിലും അതൊക്കെ വളരെ ലൈക്ക് ഇൻ 1 or 2 days നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇപ്പം. അതാണൊരു മേജർ ഷിഫ്റ്റ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള ഒരു വിഷ്വൽ ഒരു ഫീലും ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ എടുത്ത് നോക്കുമ്പോൾ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് AI ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ബേസിക്കലി അതിൻ്റെ ഒരു UI ഭയങ്കര പ്രസൻറ്റബിൾ ആണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ബാക്ക് എൻഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് എത്രത്തോളം സ്റ്റേബിൾ ആണ്, ഇതിൻ്റെ സെക്യൂരിറ്റി എങ്ങനെയാണ്, അവിടെ ഒരു എക്സ്പേർട്ടിൻ്റെ ആവശ്യകത എപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടും കൂടെ ഒന്ന് പറയുമോ? ഇപ്പോൾ AI എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് അത് നമുക്ക് ഒരു ഔട്ട്പുട്ട് തരുന്നത്. ഇപ്പം നമ്മൾ എന്തുമാത്രം കറക്റ്റായിട്ട് ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ AIയോട് ഇപ്പം പറയുകയാണ് ബേസിക്കായിട്ട് എനിക്കൊരു ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ അതൊരു ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് തരും. നമ്മളൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുത്തിട്ട് എനിക്കിങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട്, ഫോർ എക്സാമ്പിൾ ആമസോണിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന് കൊടുക്കുകയാണ്, സിമിലർ ടു ദിസ് പ്രിപ്പയർ മീ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് സിമിലർ ടു ആമസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അത് ഡെവലപ്പ് ചെയ്ത് തരാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രോംപ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. കുറേ കാര്യങ്ങൾ AI അസ്യൂം ചെയ്യും ഇതിൽ. ഇപ്പം നമ്മൾ
AI പറയുന്നത് നോ യു ആർ എ വെരി സീനിയർ ഡെവലപ്പർ, ഒരു എക്സാമ്പിൾ പോലെ പറയുന്നതാണ്. ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷേ അതിലേക്ക് പോയാൽ ഒരുപാട് ഡെപ്തിലേക്ക് പോകേണ്ടി വരും. സോ ആസ് എ സീനിയർ ഡെവലപ്പർ എന്ന് പറഞ്ഞ് അതിനൊരു കോണ്ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തോട്ട് പ്രോസസ്സ് പോകുന്നത് അങ്ങനെയായിരിക്കും. നമ്മളത് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അത് അതിൻ്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് വരുന്നത്. പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ, സെക്യൂരിറ്റി എപ്പോഴും ഒരു കൺസേൺ ആണ്. അതിപ്പോൾ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ AI പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ AI വന്നതിന് ശേഷം ഇപ്പോഴത്തെ ന്യൂവർ മോഡൽസ്, ഇപ്പം ആന്ത്രോപ്പിക്കിൻ്റെ ഫേബിൾ എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട്, പിന്നെ മിത്തോസ് എന്ന് പറഞ്ഞ മോഡൽ, ഒക്കെ ഭയങ്കര പവർഫുൾ ആണെന്നാണ് കേൾക്കുന്നത്. പക്ഷെ അത് പബ്ലിക്കലി അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. പക്ഷേ ഭയങ്കര പവർഫുൾ ആണെന്നും മിനിറ്റുകൾക്കുള്ളിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളിലും വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കാൻ കേപ്പബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള AI ഉള്ളപ്പോൾ നമുക്കും ക്വിക്കായിട്ട് സെക്യൂരിറ്റി ഫിക്സസ് എപ്പോഴും നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. നമ്മളെപ്പോഴും സെക്യൂരിറ്റി എന്നുള്ളൊരു ഫാക്ടർ എപ്പോഴും നമുക്കൊരു പ്രോബ്ലം ആയിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചേട്ടൻ ചോദിച്ച പോലെ ഡെവലപ്മെൻറ്റിൽ എന്തുമാത്രം സെക്യൂരിറ്റിനെ കൺസിഡർ അത് ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ എങ്ങനെയാണ് അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ എനിക്ക് തോന്നുന്നില്ല ഒരു 100% ഗുഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് വരുമെന്ന്. ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളാണ് ഇത് നോക്കുന്നതെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. സ്റ്റിൽ അതിന് ഫ്ലോസ് ഉണ്ട്, പക്ഷേ ഒരു നല്ലൊരു ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് പറഞ്ഞ പോലെ ഇപ്പം ഇത് നല്ലൊരു പ്രോംപ്റ്റ് കൊടുക്കണമെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊരു നോളേജ് വേണം. അപ്പോൾ പലപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യാണ്, ഇപ്പം ഈ ഒരു സമയത്ത് എന്തിനാണ് നമ്മൾ കോഡിങ് പഠിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, അപ്പോൾ ഒരു പ്രോംപ്റ്റിലൂടെ തന്നെ നമുക്ക് ഇതൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കൂടെ? അതിനൊരു ആൻസറും കൂടെയാണ് ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കോഡിങ് പഠിക്കുന്നത് റെലവൻ്റ് ആണോ? ഞാൻ മനസ്സിലാക്കുന്നത് റെലവൻ്റ് ആണെന്ന് തന്നെയാണ്. അപ്പോൾ അതിനെ പറ്റിയും കൂടെ ഒന്ന് പറയുമോ? അതെങ്ങനെ? ഇപ്പോൾ നിഷാന്ത് അത്യാവശ്യം നല്ലൊരു ഡെവലപ്പറാണ്. അപ്പോൾ കോഡിങ്ങിനകത്തുള്ള നോളേജ് എത്രത്തോളം ഇതിനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്? ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് കോഡിങ് പഠിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? എപ്പോഴും ബേസിക്സ് നമ്മൾ സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് എപ്പോഴും നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അത് എന്ത് ഫീൽഡിലാണെങ്കിലും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ കോഡിങ് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ AI ജനറേറ്റ് ചെയ്ത കോഡിൽ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഇപ്പോൾ ഒരാളാണ് ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നത്, ഇപ്പോൾ AIയോട് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മോഡലിനോട് ഡെവലപ്പ് ചെയ്യാൻ പറയുന്നതെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത ഔട്ട്പുട്ട് എന്തുമാത്രം കറക്റ്റാണ്, അല്ലെങ്കിൽ എന്തുമാത്രം നമുക്കതിനെ വിശ്വസിക്കാം എന്നുള്ളതിന് നമുക്കൊരു ഷ്യോറിറ്റി വരില്ല. AI ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയറിൽ ഇഷ്യൂസ് കണ്ടുപിടിക്കാനും AIക്ക് തന്നെ പറ്റും. ഇപ്പം നിലവിൽ അത് ആക്ച്വലി ആണ്. ഇപ്പം AI ഇപ്പം പണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ നിന്നാണ് ശരിക്കും ജനറേറ്റീവ് AI തുടങ്ങിയത്. അത് പിന്നീട് കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗിലേക്ക് മാറി. അത് ബേസിക്കലി ഒരു കോണ്ടെക്സ്റ്റ് സ്റ്റോർ ചെയ്തിട്ട് അതിൽ പുറത്തുനിന്നുള്ള ഡോക്യുമെൻറ്റ്സും ഒരു മെമ്മറി സ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ ഔട്ട്പുട്ട് തരാൻ കേപ്പബിളായി. പിന്നെ അതിനുശേഷമാണ് ഹാർനസ് എഞ്ചിനീയറിംഗ് വന്നത്. പിന്നെ ലൂപ്പ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിൽ ലൂപ്പ് എഞ്ചിനീയറിംഗിൽ എന്താ വരുന്നത് വെച്ചാൽ AI ഏജൻറ്റ്സ് തന്നെ AIക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളായിരുന്നു ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ഒരു AI ഏജൻറ്റ് തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു ഇതിലേക്ക് പോവുകയാണ് നമ്മൾ. ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ ഇവോൾവ് ആവുന്നത്. പണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു 6 months ബാക്ക് നോക്കിക്കഴിഞ്ഞാലുള്ള മോഡലുകളുടെ ഒരു എഫിഷ്യൻസി അല്ല ഇപ്പോഴത്തെ മോഡലുകളുടെ എഫിഷ്യൻസി. ഇപ്പം ആന്ത്രോപ്പിക്കിൻ്റെ മോഡലുകളാണെങ്കിലും ഒത്തിരി മോഡൽസ് ഉണ്ട്. ഹൈക്കു, സോണറ്റ്, ഓപ്പസ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി മോഡൽസ് ഉണ്ട്. ഇൻ ഡേയ്സ് ആണ് അവരുടെ ന്യൂ വേർഷൻസ് വരുന്നത്. അപ്പോൾ അവരൊക്കെ പ്രീവിയസിനേക്കാളും വളരെ കേപ്പബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് പോകും തോറും. സോ യെസ്, ഔട്ട്പുട്ട് എഫിഷ്യൻ്റ് ആവുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഹ്യൂമൻ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മളെ തന്നെ അപ് ടു ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. പുതിയതായിട്ട് വരുന്ന ടെക്നോളജീസിന് അപ് ടു ഡേറ്റ് ആയിട്ട്, അതായത് ഇനിയിപ്പം എനിക്ക് കോഡ് എഴുതേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിച്ച് കോഡിങ്ങിനെ കുറിച്ച് ഒന്നും നോക്കാണ്ട് നമ്മൾ വൈപ്പ് കോഡിങ് ചെയ്യുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് ഒത്തിരി അതിൻ്റേതായ ഫ്ലോസുകളുണ്ട്. പിന്നീട് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഡീബഗ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിഷാന്തിൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അതേപോലെ തന്നെ ടൂളുകൾ, ഫ്രെയിം വർക്കുകൾ, അതിന് ഏതൊക്കെയാണെന്നുള്ളതും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫുൾ സ്റ്റാക്ക് ആയതുകൊണ്ട് മോസ്റ്റ്ലി ബാക്ക് എൻഡിലേക്ക് വരുവാണെങ്കിൽ ജാവ, സ്പ്രിംഗ് ബൂട്ട്, നോഡ് ഒക്കെയാണ് ബാക്ക് എൻഡിൽ വരുന്നത്. ഫ്രണ്ട് എൻഡിൽ റിയാക്ട് ഉണ്ട്, ആംഗുലർ, ഇതൊക്കെയാണ് ഫ്രെയിം വർക്ക്സ് വരുന്നത്. പിന്നെ ജാവ സ്ക്രിപ്റ്റ്, ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ് ലാംഗ്വേജസ്. പിന്നെ നമ്മൾ AI ടൂൾസ് ആണെങ്കിലും മോസ്റ്റ്ലി ക്ലോഡ് കോഡ്, കോഡെക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആക്സസ് വരുന്നതിനനുസരിച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട്, ഡൊമൈനിലോട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നൊരു ഇതെന്തായിരിക്കും?
എന്തെന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുക? ലൈക്ക് എന്ത് പഠിച്ച് തുടങ്ങണം, എവിടെ നിന്നൊക്കെ ഇവർക്ക് പ്രൊജക്റ്റുകൾ ചെയ്യാം, ഏത് തരത്തിൽ ഇത് ഈ ലേണിങ്ങിനെ ഒന്ന് അപ്രോച്ച് ചെയ്യണം? ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എ ഐയുടെ ഈ ഒരു എറയിൽ കുറച്ചുകൂടി കമ്പനീസ് നോക്കുന്നത് എങ്ങനെ ഏജൻറ്റിക് വർക്ക് ഫ്ലോസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഏജൻറ്റ്സ് ആണ് ഇനി ഗോയിങ് ഫോർവേഡ്. വാട്ട് ഈസ് എൻ ഏജൻറ്റ്? ഏജൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീനിയർ ഡെവലപ്പർ, ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ, അല്ലെങ്കിൽ UX ഡിസൈനർ എന്ന് പറയുന്ന ഒരു റോളിലുള്ള ഒരു ഹ്യൂമനെ പോലെ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒരു ഏജൻറ്റ്. അപ്പോൾ ആ ഏജൻറ്റ് അതിന് കേപ്പബിൾ ആയിരിക്കും. അപ്പോൾ ആ ഏജൻറ്റിനെ എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം, അത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം, ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി മുമ്പോട്ടേക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. സമയമുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ തന്നെ തുടങ്ങണം. ഇപ്പം എന്നെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്, പെട്ടെന്നൊരു ബൂം ആവുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ടൈമില്ല. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ജനറേറ്റീവ് AI നിന്നാണ്. ജനറേറ്റീവ് AI നിന്ന് പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ ഏജൻറ്റിക് വർക്ക് ഫ്ലോസും പൈപ്പ് ലൈൻസും കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ആസ് എ ഡെവലപ്പർ അതായിരിക്കും കൂടുതൽ ഇനി മുമ്പോട്ടേക്ക് കമ്പനീസ് എങ്ങനെ നമുക്ക് ഈസി ആക്കാം, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെ നമുക്കൊരു കംപ്ലീറ്റ് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ എങ്ങനെ നമുക്ക് ഏജൻറ്റിക് വർക്ക് ഫ്ലോയിൽ ഇൻക്ലൂഡ് ചെയ്ത് ഈസി ആക്കാം എന്നുള്ളതായിരിക്കും മുമ്പോട്ടേക്ക് നോക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഇനി പഠിക്കാനും ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, ഒരു വൺ മോർ ക്വസ്റ്റ്യൻ. ലൈക്ക് ഇപ്പം നിശാന്ത് വളരെ സ്റ്റാർട്ടിങ് ഫേസിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നിശാന്ത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് ബിടെക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം കുറേ ഇലക്ട്രോണിക്സ് എംബഡഡ് റിലേറ്റഡ് പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സമയത്ത് C പ്രോഗ്രാമിങ്ങിലായിരുന്നു കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ പ്രൊജക്റ്റ് എക്സ്പീരിയൻസ്, ഇപ്പോൾ ഈ സീനകത്ത് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ജേർണീനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ആ ഒരു ഇൻഡസ്ട്രിയിലോട്ടൊന്ന് ഇതാവാൻ. എനിവേ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞാലും എനിക്ക് തോന്നുന്നു നമുക്ക് ബാക്കി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കാൻ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ലൈക്ക് അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കരിയറിൽ? പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. അത് ഇപ്പോൾ നമ്മൾ എത്ര ലാംഗ്വേജസ് പഠിച്ചു എന്നുള്ളതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ ആ കൺസെപ്റ്റ്സ് ആയിരിക്കണം നമുക്ക് ക്ലിയർ ആയിട്ടിരിക്കേണ്ടത്. ആ കൺസെപ്റ്റ് നമുക്ക് എന്തുമാത്രം ക്ലിയർ ആണോ, എത്രമാത്രം നമ്മൾ അതിൽ സ്ട്രോങ് ആണോ, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് പഠിക്കാം. അത് സിൻടാക്സിലുള്ള ഡിഫറൻസസും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലെ ഡിഫറൻസസ് മാത്രമേ ഉണ്ടാവുള്ളൂ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ C പ്രോഗ്രാമിംഗ് അറിയാവുന്നതുകൊണ്ട് അതിന് മുമ്പ് എനിക്ക് സ്കൂളിലായിരുന്നപ്പോൾ ജാവ പഠിച്ചിരുന്നു, കുറച്ച് ബേസിക് പ്രോഗ്രാമിംഗ് അറിയായിരുന്നു കോളേജിലേക്ക് വന്നപ്പോൾ. അപ്പോൾ അതെല്ലാം ആക്ച്വലി അത് കഴിഞ്ഞ് വർക്കിലേക്ക് കയറിയപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഈവൻ ദോ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തത് കൊണ്ട് എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഡേറ്റാബേസ് DBMS അറിയില്ലായിരുന്നു, ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് അധികം അറിയില്ലായിരുന്നു എന്തൊക്കെയാണുള്ളതെന്ന്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ നമ്മുടെ ഫൗണ്ടേഷനാണ്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതെങ്കിലും ഒരെണ്ണം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കിയിട്ട് പിന്നീട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കിടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ വലിയ പാടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കമ്പനിയിലുള്ള ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഞാൻ ഫ്രണ്ട് എൻഡ് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഫ്രം സ്ക്രാച്ച് ലൈക്ക് ഈവൻ ബേസിക് UI ഡെവലപ്മെൻറ്റിന് വേണ്ട HTML CSS JavaScript അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ എനിക്ക് കോഴ്സസ് എടുത്ത് പഠിക്കേണ്ടി വന്നത്. പക്ഷെ അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രോഗ്രാമിംഗ് നേരത്തെ ചെയ്തിരുന്നുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബേസിക്സ് നമ്മുടെ സ്ട്രോങ് ആയിരിക്കണം, അതാണ് ഫസ്റ്റ് വേണ്ടത്. പിന്നെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും മുമ്പോട്ടേക്ക് പോകുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പ്രോഗ്രാമിംഗ് ആയിരുന്നു കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണോ, അതോ അതിനകത്തൊരു വ്യത്യാസം വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ ഇപ്പോഴും ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം എപ്പോഴും ഒരു ഫസ്റ്റ് കട്ട് ഓഫ് ക്രൈറ്റീരിയ പോലെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പോൾ കൂടുതൽ കമ്പനീസ് നോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഏജൻറ്റിക് വർക്ക് ഫ്ലോനെ കുറിച്ചുള്ള നമ്മുടെ അറിവുകളും ഇപ്പോൾ MCP സെർവേഴ്സിനെ കുറിച്ചുള്ള അറിവുകൾ എങ്ങനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിലേക്ക് എങ്ങനെ AI-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ബെറ്റർ ആക്കാം എന്നുള്ളത് നോക്കുന്നു. പിന്നെ ഏജൻറ്റ്സിനെ എങ്ങനെ ഡിപ്ലോയ് ചെയ്യാം, അതായത് നമുക്കത് ക്ലൗഡിലേക്ക് പോകുമ്പോൾ എങ്ങനെ നമുക്ക് ഈ മോഡൽസിനെ ഡിപ്ലോയ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈൻ CI/CD പൈപ്പ് ലൈനിൽ എങ്ങനെ ഒരു AI ഏജൻറ്റിനെ നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്
ആണിപ്പോൾ കൂടുതൽ ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇൻ്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഫ്രണ്ട്സൊക്കെ അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു ഇതിൽ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് കൂടുതൽ ഇപ്പോൾ നോക്കുന്നത്, എങ്ങനെ നമുക്ക് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിലേക്ക് എങ്ങനെ നമുക്ക് ഏജൻറ്റിക് വർക്ക് ഫ്ലോനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം, വിച്ച് വിൽ റെഡ്യൂസ് ദ നമ്പർ ഓഫ് റെപ്പിറ്റീഷൻസ് ഓർ ടാസ്ക്സ് വിച്ച് വെർ ഡൺ ബിഫോർ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ. സോ ഇത്രയും നേരം നമ്മളോട് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫീൽഡിനെ പറ്റിയിട്ടും അതിൻ്റെ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടും സംസാരിച്ചതിന് താങ്ക്സ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേറൊരു എക്സ്പേർട്ടുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.